ഇതാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന പ്രോപ്പർട്ടി. ഇന്നലെ നൈറ്റ് ആയതുകൊണ്ട് അധികം നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ വരുമ്പോൾ നല്ല ഫോഗാണ്. നമ്മുടെ വണ്ടികളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. മാറ്റുകളാണെങ്കിൽ എന്താ നല്ല തണുപ്പുണ്ട്. നമ്മൾ ഈ കോർണറിലുള്ള റൂമിലിറങ്ങും കേട്ടോ. സ്റ്റേ റൂമൊക്കെ നീറ്റാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പ്രോപ്പർട്ടി ഫുള്ളായിട്ട് ഇങ്ങനെ കിടിലൻ ഫ്ലവേഴ്സ് വെച്ച് അവർ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഗാർഡൻ മൂടാണ്. നല്ല അടിപൊളി ഫ്ലവേഴ്സുകളുണ്ട് ഇവിടെ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം ഇതും കൊള്ളാം. ഇത് സ്ട്രോബെറിയുടെ ചെടിയാണെന്ന് തോന്നുന്നു. സ്ട്രോബെറി ഒന്നും ഉണ്ടായിട്ടില്ല. ഇവരാരും എനിക്കിട്ടില്ലാട്ടാ. ഒരാളെനിക്ക് വരുന്നുണ്ട്. അതാരാണ്? ഓ എനിക്കല്ലോ. പേസ്റ്റ് റൂമിലുണ്ടാവും. ഇന്നലെ വന്നപ്പോൾ കിടിലം ഫോഗ് ഫുള്ള്. അത് ഞാൻ പോയായിരുന്നു. നമുക്ക് ചെറിയൊരു കുളമുണ്ട് കേട്ടോ, ചെറുത്. ഇവരൊക്കെ എനിട്ടിട്ട് വേണം ഇന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ. ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് ചില്ലായി ക്യാരംസ് കളിക്കാൻ ഒരു പ്ലേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ചെറിയൊരു കുളം. അവിടെ പോയിരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നൈസായിട്ടിരിക്കാം. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മൾ നേരെ ഗ്യാപ്പ് റോഡ് കയറി മൂന്നാർ ടൗൺ തിരിച്ചത്, പിന്നെ മറയൂർ കാന്തല്ലൂർ. അപ്പോൾ എല്ലാവരും ലഗേജൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങാനുള്ള പരിപാടിയാണ്. റൂമിൽ നിന്ന് സെറ്റല്ലേ? എല്ലായിടത്തില്ലേ? ഓൾ സെറ്റ്. പ്രോപ്പർട്ടി നല്ല കിടിലം പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും റൂമും കൊള്ളാം, എല്ലാം കൊള്ളാം. അവിടെ എൻ്റെ ബാഗ് വെച്ച് കിട്ടിയില്ലേ? ഓക്കെ. നമ്മൾ
7 മണിക്ക് പോകുന്നു പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ 10 മണി അടി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ഗ്യാപ്പ് റോഡ് പിടിക്കാം. ഗ്യാപ്പ് റോഡ് പിടിച്ച് മൂന്നാർ കയറി മറയൂർ റൂട്ട് സെറ്റ് ചെയ്യാം. എല്ലായിടത്തില്ലേ? ജസ്റ്റ് ഒന്ന് നോക്കിയോ. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഇന്നലെ നല്ല കോടുള്ള ഏരിയ ആയിരുന്നു, ഇപ്പം നല്ല വെയിലും. ഇനി നേരെ ഗ്യാപ്പ് റോഡ്. വരുന്ന വഴി കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. മഴയൊക്കെ പെയ്തെടുക്കുകയാണെങ്കിൽ സീൻ വഴിയാണ് കേട്ടത്. ഗ്യാപ്പ് റോഡ് ഓരോ വട്ടം വരുമ്പോഴും വേറെ വേറെ ഫീലാണ്. ഇത്ര ഒരു കിടിലൻ റൂട്ട് വേറെ ഇല്ല കേരളത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് റൂട്ട് ഗ്യാപ്പ് റോഡാണ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് റൂട്ടാണ് ഗ്യാപ്പ് റോഡ്. ഓരോ വട്ടം വരുമ്പോഴും ഓരോരോ ഫീലിംഗ്. എന്താ ബ്യൂട്ടി. ഒരു രക്ഷയില്ലാത്ത വൈബ്. തേയിലത്തോട്ടമൊക്കെ ഇത്ര കിടിലനായിട്ട് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ആ ചെടി നല്ല രസമുണ്ടല്ലോ കാണാൻ. നല്ല അടിപൊളി കറുകളും നല്ല റോഡും അടിപൊളി കാഴ്ചകളും എല്ലാം സെറ്റാണ്. ഈ മൂന്നാറ് ഭയങ്കര റഷായി പിന്നെ ആ ഭാഗത്തേക്ക് പോകാറില്ലേ. മൂന്നാറ് ഫുള്ള് ക്രൗഡായി. വട്ടവട ടോപ്പ് സ്റ്റേഷൻ ഭാഗത്തേക്കൊന്നും അടുക്കാൻ പോലും പറ്റണില്ലേ, അമ്മാതിരി തിരക്കായി. ഗ്യാപ്പ് റോഡ് നല്ല വീതിയുള്ള കാരണം എപ്പോഴും പീസ്ഫുള്ളായിട്ട് അധികം ബ്ലോക്കൊന്നും ഇല്ലാണ്ട്. കോടയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സെറ്റായി. ഇന്നലെ നൈറ്റ് ഗ്യാപ്പ് റോഡിൽ നൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഗ്യാപ്പ് റോഡ് വരുന്നത്. ആ സമയത്ത് ഒടുക്കത്തെ കോട. അത് വേറൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നും കാണില്ലേ, ഫോഗ് ലൈറ്റ് ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടോ. എങ്ങനെയുണ്ട് ലച്ചു ഗ്യാപ്പ് റോഡ്? കിടിലനല്ലേ?
ഇഷ്ടായ ഗ്യാപ്പ് റോഡ് എങ്ങനെ ഉണ്ടെന്ന് സെറ്റല്ലേ? യെസ്. വൺ ഫോട്ടോഗ്രാഫി ആണല്ലോ. നല്ല വെയിലുണ്ടെങ്കിലും അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്. അമ്മാതിരി ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഗ്യാപ്പ് റോഡിൽ. നല്ല തണുപ്പുണ്ട്. എന്നാൽ നമ്മൾ വല്ലയിടത്ത് നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലുണ്ട്. വരുന്ന വഴിക്ക് നമ്മളൊരു രണ്ട് വ്യൂ പോയിന്റിൽ നിർത്തിയായിരുന്നു. അത്യാവശ്യം നൈസ് പിക്കുകൾ എടുത്തു. പിക്കുകൾ ഞാൻ ഇപ്പോൾ കാണിക്കാം. പിന്നെ ഓരോ സ്ഥലത്ത് നിർത്തുമ്പോൾ ഇങ്ങനെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ 7 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പോൾ 10 മണിക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ഇങ്ങനെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ മറയൂർ റീച്ച് ആവുമെന്ന് അറിയില്ല. എന്നാലും ഓരോ സ്ഥലത്ത് ഇങ്ങനെ വ്യൂ പോയിന്റിൽ കാണുമ്പോൾ നിർത്താണ്ടിരിക്കാനും തോന്നുന്നില്ലേ. ഈ ടൂറിസ്റ്റ് പ്ലേസിനേക്കാളൊക്കെ എന്തായാലും ബെറ്റർ ഇങ്ങനെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. അതൊക്കെ നിർത്തി പതുക്കെ ഫോട്ടോ എടുത്ത് പോവുക തന്നെ പരിപാടി. എൻ്റെ പൊതുവുള്ള പരിപാടി ഇതാണ്. നല്ല സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം നിർത്തുക, ഫോട്ടോ എടുക്കുക. ടൗൺ ജസ്റ്റ് പാസ് ചെയ്തുള്ളൂ. മൂന്നാർ വേറെ എവിടെയും ഇറങ്ങിയില്ല. നേരെ ഗ്യാപ്പ് റോഡ് മൂന്നാർ ടൗണിൽ പിന്നെ മറയൂർ റൂട്ട് കയറി. ഇനി തിരിച്ച് മറയൂർ കാന്തല്ലൂർ ഫുള്ള് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ചിന്നാർ വഴി പിടിച്ച് പാലക്കാട്. അതാണ് പ്ലാൻ. അപ്പം പിന്നെ തിരിച്ച് വരുന്ന ഈ റഷ് മൂന്നാറത്ത് നമുക്ക് ഒഴിവാക്കാം. തിരിച്ച് പാലക്കാട് കയറി തൃശ്ശൂർ വരാം. ഈ റൂട്ടും അതുപോലെ അധികം ക്രൗഡില്ല. നമുക്ക് പീസ്ഫുള്ളായിട്ട് റൈഡ് ചെയ്യാൻ പറ്റിയ റൂട്ടാണ് മറയൂർ കാന്തല്ലൂർ റൂട്ട്. നല്ല തണുപ്പുണ്ട് ഈ സമയത്താണെങ്കിൽ. അത് കാരണം ചൂടില്ലാത്ത കാരണം റൈഡ് ചെയ്യാൻ എപ്പോഴും നല്ല എനർജി ഉണ്ട്. സനലിനെ കാണാനില്ലല്ലോ. എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. പിന്നെയും സ്നേഹം ഫ്രണ്ടിലുണ്ട്. അതുപോലെ മൂന്നാർ വരുന്നവർ ജസ്റ്റ് ഒരു റിമൈൻഡർ പോലെ ഓർത്ത് വയ്ക്കുക, മൂന്നാർ പെട്രോളില്ല. അപ്പോൾ നമ്മൾ അടിമാലിന്നോ നേരിമംഗലത്തു നിന്നോ പമ്പിൽ നിന്നൊക്കെ ഫുൾ ടാങ്ക് അടിച്ച് പോരാ. മൂന്നാർ ഭയങ്കര റഷാണ്, പെട്രോളില്ല. പെട്രോൾ കഴിഞ്ഞ് പെടും. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആരെങ്കിലും എന്നൊക്കെ ഒപ്പിക്കുമ്പോൾ ഒടുക്കത്തെ കാശ് ചാർജ് ചെയ്യവർ. പെട്രോൾ കിട്ടും, പക്ഷെ നല്ല എമൗണ്ട് വാങ്ങിക്കും അവർ. ഈ റൂട്ട് ഇപ്പോൾ വന്നിട്ട് എന്തായാലും ഒരു 1 year ആയി ഈ റൂട്ട് കയറിയിട്ട്. വലിയ മാറ്റങ്ങളൊന്നുമില്ല, നല്ല പണ്ടത്തെ പോലെ തന്നെ. റോഡ് കുറച്ചും കൂടി ബെറ്ററായെന്ന് തോന്നുന്നു. പണ്ട് വന്നപ്പോൾ ഇവിടെയൊക്കെ നല്ല കട്ടറായിരുന്നു തോന്നുന്നു. ചോളൊക്കെ വാങ്ങിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു തണൽ നോക്കിയിട്ട് അതിരുന്ന് തിന്നണം. മൂന്നാറിന്ന് ഗ്യാപ്പ് റോഡിൽ നോക്കി അവിടെ ഒടുക്കത്തെ കയ്യിലായിരുന്നു. വാങ്ങിച്ചിങ്ങോട്ട് പോന്നു. ഒരു തണൽ പിടിച്ച് അതൊന്ന് സെറ്റാക്കണം.
നല്ല തണുപ്പുണ്ട്. വിറക്കിട് 12 കാലമായിട്ടാ, എന്നിട്ടും നല്ല തണുപ്പുണ്ട്. പിന്നെ അതും ഇരുന്നാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, വഴി ചെറുതാണ്. ചിന്നാറ് 53 കിലോമീറ്റർ, മറയൂര് 36, ഇരവികുളം 6. ഇരവികുളം കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്രീ ആവുന്നതാണ്. ഇരവികുളത്തേക്കാണ് ഒരുവിധം വണ്ടികളൊക്കെ അങ്ങോട്ടായിരിക്കും. ഇരവികുളം നാഷണൽ പാർക്ക് നമ്മളവിടെ കയറുന്നില്ല. നമ്മൾ നേരെ കാന്തല്ലൂർ, മറയൂർ. വീട്ടിൽ നിന്ന് അച്ഛൻ പറഞ്ഞിരുന്നു മറയൂർ പോകണമെങ്കിൽ ശർക്കര വാങ്ങണം. അപ്പോൾ ശർക്കര നമുക്കൊന്ന് വാങ്ങാം. മറയൂർ ശർക്കര. ഓക്കെ, അപ്പോൾ നമുക്ക് കാന്തല്ലൂർ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. താങ്ക് യു. മറയൂർ പോണ റൂട്ടിലൊരു വ്യൂ പോയിൻ്റാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിൻ്റാണ്. എല്ലാവരും ചില്ലാണ് കേട്ടോ, സെറ്റാണ്. ഫസ്റ്റ് ടൈം അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മൂന്നാർ എക്സ്പീരിയൻസ്? സൂപ്പർ 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 മാത്രം സൂപ്പർ സൂപ്പർ അല്ല, എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമായി. പണ്ട് കൊടയിൽ പോയതിനേക്കാളും മഞ്ഞുണ്ടോയെന്ന് എനിക്ക് സംശയം വരുന്ന സമയത്തൊക്കെ. ഇന്നലത്തെ ഒരു 8 മണി 8:15 ശരിക്കും പുറത്തേക്ക് റോഡ് കാണാൻ പറ്റാത്ത അവസ്ഥ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വട്ടം മൂന്നാർ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല നല്ല കോടയും നല്ല മഞ്ഞും നല്ല മഴ ഉണ്ടായിരുന്നില്ല, എന്നാലും അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. ഈ വട്ടം നല്ല മൂന്നാർ ഓരോ വട്ടം ഓരോ എക്സ്പീരിയൻസ് ആണ്, പക്ഷേ ഈ വട്ടം അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ മറയൂർ സാൻഡൽ ഫോറസ്റ്റ് റീച്ച് ആയിക്കാണ്. അടിപൊളിയാണ് കേട്ടോ സാൻഡൽ ഫോറസ്റ്റ്. എന്തായാലും നിങ്ങൾ ഇതുവഴി വരാത്തവരാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രീ ടൈമോ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ എന്തായാലും ഈ വഴി ഒന്ന് വരാൻ നോക്കുക. മറയൂർ സാൻഡൽ ഫോറസ്റ്റ് വഴി വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാം. മറയൂർ റീച്ച് ആയപ്പോൾ തന്നെ നേരം വൈകി. പിന്നെ കണ്ട ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഇപ്പോൾ അതെ ഫുഡ് കഴിഞ്ഞു. ഫുഡ് കയറിയതും കഴിക്കാൻ ഫുഡ് വന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും നല്ല വിശപ്പായിരുന്നു, റഷായിരുന്നു. വന്നപ്പോൾ തന്നെ കഴിച്ചു, എല്ലാവരും കൂടി ചറപറാന്ന് കഴിച്ചു. അങ്ങനെ ചെറിയൊരു മാറ്റമുണ്ട്. കാന്തല്ലൂർ നമ്മൾ കയറണില്ല. കാന്തല്ലൂർ കയറുകയാണെങ്കിൽ വീണ്ടും ഭയങ്കരമായിട്ട് ടൈം മാറും. ഈ വഴി ഞാൻ ആദ്യമായിട്ട് വരുന്നത് 2013-ലാണ്. അന്ന് ഉള്ള റൈഡേഴ്സൊന്നും ഇപ്പം ഇല്ല. എല്ലാവരും അബ്രോഡ്, കുറേ പേര് അതിൽ അബ്രോഡ് പോയി. അല്ല ആകെയുള്ള വിനയാണ് അന്നത്തെ റൈഡിൽ ഇപ്പോൾ ഇപ്പോഴും കൂടെ റൈഡ് ചെയ്യണം തന്നെ. ബാക്കിയുള്ളവരൊക്കെ അബ്രോഡാണ്. ഈ വഴിയൊക്കെ പോകുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ കാരണം അവന്മാരൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ശരത്തുണ്ട്, ക്രിസ്റ്റഫറുണ്ട്, നിവിനുണ്ട്, അവന്മാരെല്ലാം പുറത്താണ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ പഴയ ഗ്യാങ്. അന്ന് ഷൈനും R15-ഉം പൾസറും ഇതൊക്കെയായിരുന്നു നമ്മുടെ വണ്ടികൾ. എല്ലാം പില്ലൻസ്. അങ്ങനെ ഒരു 6-7 വണ്ടി, അങ്ങനെ ഒരു 14 പേര്. അതൊക്കെയായിരുന്നു അന്നത്തെ ട്രിപ്പ്. അന്നാണ് ആദ്യമായിട്ട് ഈ റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യണത്. നേരെ നമ്മൾ രാത്രി ഒരു 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി മൂന്നാർ വന്ന് മൂന്നാറിന്ന് ചായ കുടിച്ച് നേരെ മറയൂർ ചിന്നാറിന്ന് പിന്നെ അലിയാർ, വാൽപ്പാറ, മലക്കപ്പാറ കയറി അവിടെ മലക്കപ്പാറ സ്റ്റേ. അത് കഴിഞ്ഞ് രാവിലെ മലക്കപ്പാറയിൽ നിന്ന് അതിരപ്പള്ളി വഴി ചാലക്കുടി. അന്നത്തെ ട്രിപ്പായിരുന്നു. അന്നത് ഭയങ്കര ദൂരവും ഭയങ്കര ടൈമൊക്കെ എടുത്താണ് നമ്മൾ ഫിനിഷ് ചെയ്ത്. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ഈ വണ്ടിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വേഗത്തിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. അന്നത്തെ ആ ഒരു ട്രിപ്പിൽ കുറേ നല്ല മെമ്മറീസ് ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോഴും മനസ്സിലുള്ള മെമ്മറീസ്. ഇപ്പോൾ പോണതിനേക്കാളും അന്ന് പോയ
ബൈക്ക് റൈഡൊക്കെയാണ് കുറച്ചും കൂടി. അന്ന് ഇങ്ങനെ റെസ്ട്രിക്ഷൻസും അങ്ങനെ അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. റൈഡേഴ്സ് എന്ന് പറയാനായിട്ട് അന്ന് 2013-14 സമയത്തൊക്കെ അങ്ങനെ അധികം ആരും ഇല്ല. ഇപ്പോൾ അങ്ങനെ മൈൻഡുള്ള ആ ഒരു കൾച്ചർ ആയി വരണ സമയമാണത്. ഇപ്പോൾ ഒരു 2018 തൊട്ടാണ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു കൾച്ചർ ആയി തുടങ്ങി കൂടുതൽ. അന്ന് നമ്മളൊക്കെ പോകുമ്പോൾ നമുക്ക് വട്ടാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ബൈക്ക് എടുത്ത് ഇറങ്ങാൻ പോകാന്ന് പറഞ്ഞാൽ വട്ടാന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ വേറൊരു നൊസ്റ്റാൾജിക് ഫീലാണ്. ഇവന്മാരൊക്കെ എനിക്ക് ഭയങ്കര മിസ് ചെയ്യും. ഇവന്മാരും നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ പറയും നാട്ടിൽ വന്നിട്ട് വേണം ഇതുപോലൊരു ട്രിപ്പ് പോകാൻ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ നാട്ടിൽ വരുമ്പോൾ ഇവന്മാരെ കിട്ടൂല. ഇപ്പോൾ മെയ്യിൽ വരുമെന്ന് പറയുന്നുണ്ട് ഒരുത്തൻ, വേറൊരുത്തൻ ജൂലൈയിൽ വരുമെന്ന് പറയുന്നുണ്ട്. ഇവന്മാരൊക്കെ വന്നാൽ കൂടെ ഒരുമിച്ച് ഒരു റൈഡ് പ്ലാൻ ചെയ്യണം. എനിക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇനി ഇവർ വന്നു കഴിഞ്ഞാൽ നടക്കുമോ ഇല്ലയെന്നറിയില്ല. അങ്ങനെ ഈ വഴിയൊക്കെ കാണുമ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ഫീലാണ്. നമ്മളങ്ങനെ ആനമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ ആനമല എത്തി. അപ്പോഴേക്കും നല്ല ഇരുട്ടാവും എന്തായാലും. ബാറ്ററിയിൽ ചാർജും തീരാറായി ക്യാമറയുടെ. ആനമലയിൽ നിന്ന് നേരെ നമ്മള് കൊല്ലങ്കോട് വഴി വടക്കാഞ്ചേരി വന്ന് കയറും. പിന്നെ അവിടെ നിന്ന് ചാലക്കുടിയാണ് നമ്മുടെ പ്ലേസ്. അപ്പൊ അങ്ങനെ ഈ ന്യൂ ഇയർ ട്രിപ്പ് തീരാറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3 hours റീച്ച് ആവും. ഇവിടെ നിന്നൊരു 3.5 hours ഹോം എത്തും. അപ്പോഴേക്കും കിടിലൻ ട്രിപ്പ് ആയിരുന്നു. എല്ലാവരും നല്ല ചിൽ വൈബായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ കുറെ ഫോട്ടോസ് കിട്ടി, നല്ല ക്ലൈമറ്റ് കിട്ടി, നല്ല കോട കിട്ടി, എല്ലാ ക്ലൈമറ്റും കിട്ടി. മറയൂർ റൂട്ടും ചിന്നാർ റൂട്ടൊക്കെ നല്ല കിടിലൻ റോഡും നല്ല പൊളി വൈബും. ഇനി ഇതുപോലെ ഇങ്ങനെ ഇവന്മാരുടെ കൂടെ ഇനി എന്നാ പോവാന്നറിയില്ല. പറ്റുകയാണെങ്കിൽ വിഷുവിനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം ഇതുപോലെ. ഇവരുടെ കൂടെ പോകുമ്പോൾ ഭയങ്കര കംഫർട്ടാ, ഫുൾ വൈബ്. നമ്മളായി തന്നെ ഇരിക്കും. അമ്മാരി ചങ്ക് ടീമുകളാണ് ഇവര്. ഇപ്പോ ബാറ്ററി ഓൾമോസ്റ്റ് ഇപ്പൊ ഓഫ് ആവും. അപ്പൊ നമ്മൾ ഈ ട്രിപ്പിന്റെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്തൊരു ട്രിപ്പിൽ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.